ആ ഷാപ്പ് കണ്ട് ഈ ഷാപ്പ് കണ്ട് പറയുന്നില്ല ഒരാൾ ഉണ്ടോ? എന്താന്നല്ലേ CPIMന്റെ മെമ്പർമാരെ ആരെങ്കിലും ആ ഷാപ്പിൽ കണ്ടു ഈ ഷാപ്പിൽ കണ്ടു എന്നൊന്നും പറയൂലാന്ന്. കാരണം CPIMന്റെ മെമ്പർമാർക്ക് ആ പരിപാടി ഇല്ലാന്ന്. പ്രകൃതി തരുന്ന ഒരു ലിക്വിഡ് ആയിരുന്നു. ഓരോന്നിനും ഒരുപോലെയല്ലോ. അല്ല, ഓരോരുത്തരും ഒരേപോലെയല്ല. പക്ഷെ EP പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ചോദിക്കുന്നതും തെറ്റ്, പറയുന്നതും തെറ്റ്. എന്തിനാ പിന്നെ അങ്ങനെ ചോദിച്ചു ഉത്തരം പറയേണ്ട കാര്യം? ചോദ്യവും പറച്ചിലൊന്നും വേണ്ട, ഞങ്ങൾ പറയും. കുടിയും വലിയൊന്നും ആർക്കും ഇല്ല എന്ന് ഉറപ്പാണല്ലോ അല്ലെ? മദ്യപിക്കുന്നില്ല, മദ്യപിക്കൂല, സിഗരറ്റ് വലിക്കില്ല, അങ്ങനെ വലിക്കാൻ പാടില്ല എന്ന ദാർശനികമായ ധാരണയിൽ നിന്ന് വന്നവരാ ഞങ്ങളെല്ലാം. അത് പ്രശ്നമാക്കണ്ട മാഷെ, ഇടക്കൊക്കെ അല്ലേ നമ്പർ 1. അപ്പൊ മാഷെ, മെമ്പർമാർക്ക് എല്ലാവർക്കും നമുക്കൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കല്ലേ? ആർക്കും ഇത്തരം പരിപാടിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. ഭരണഘടനാപരമായിട്ട് തന്നെ പറയുന്നത് മദ്യപിക്കാൻ പാടില്ല. ഏതെങ്കിലും മദ്യപിക്കുന്നത് നിങ്ങൾ പറഞ്ഞോ, ഞങ്ങൾ അപ്പോ പുറത്താക്കും. അപ്പൊ മെമ്പർമാരെ ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ മാഷ്ക്ക് പറഞ്ഞു കൊടുക്കുക. മാഷ് അപ്പൊ തന്നെ ഓരോ പുറത്താക്കും. അതൊരൊറ്റപ്പെട്ട സംഭവമാണ്, അതാരും അത്ര ഇഷ്യൂ ആക്കണ്ട. അതൊരു സാധാരണഗതിയിൽ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ളതാണ് ഈ കള്ള്. ഇതുപോലൊരു സാധനമുണ്ടോ ഇനി ഇന്നീ ഭൂലോകത്ത്? ഉണ്ടാകാൻ ഒരു തരമില്ല, കള്ളിനും മുകളൊന്നില്ല. ഈ നീര് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു പോഷകാഹാരം തന്നെയായിരുന്നു. അപ്പൊ മരുന്നിന്റെ ആവശ്യത്തിന് ഒരു തേരൊക്കെ കുടിക്കാന്നില്ലേ? അങ്ങനെ പാർട്ടി അനുവദിക്കണുണ്ടോ മാഷെ? ഭരണഘടനാപരമായിട്ട് തന്നെ പറയുന്നത് മദ്യപിക്കാൻ പാടില്ല. അതായത് മരുന്നിന് പോലും ഒരു തുള്ളി കുടിക്കാൻ പാടില്ല എന്നാണ് പാർട്ടി നിലപാട്. അപ്പൊ ആ പൊതുബോധം രൂപപ്പെടുത്താനുള്ള ഫലപ്രദമായ ഇടപെടലുമാണ്. ചർച്ച തുടങ്ങിയല്ലോ, EP ജയരാജൻ തുടങ്ങിയല്ലോ. തെങ്ങിൽ നിന്നെടുക്കുന്ന ഇളങ്കള്ള്, ഇളനീരിനേക്കാളും ഔഷധ വീര്യമുള്ളതാണ്. വീട്ടിന്റെ മുറ്റത്തുള്ള തെങ്ങ് ചെത്തി അതിൽ നിന്ന് എടുക്കുന്ന ഈ കള്ള് എന്ന് പറയുന്ന ഈ നീർ, അത് കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കും. ഇന്നത്തെ ഗ്ലൂക്കോസിനേക്കാളും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രകൃതി തരുന്ന ഒരു ലിക്വിഡായിരുന്നു. അപ്പോൾ മദ്യപാനത്തെ അതിശക്തിയായിട്ട് എതിർക്കുക, സംഘടനാപരമായ പ്രശ്നമാക്കിയിട്ട് നടപടിയെടുത്ത് പുറത്താക്കുക, അല്ലെങ്കിൽ ഒഴിവാക്കുക, അല്ലെങ്കിൽ തിരുത്തിക്കുക. ആ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, ഇനിയും സ്വീകരിക്കും. പക്ഷെ EP പറയണത് കേട്ടില്ലേ? ഇളനീരിനേക്കാളും നല്ല സാധനം അത്ര ഇത്. ഇളനീരിനേക്കാളും ഔഷധ വീര്യമുള്ളതാണ്. ഇത് പറഞ്ഞ മനസ്സിലായില്ലേ? ജയരാജൻ സഖാവേ, മാഷ് പറയണത് ഇതൊന്നും പറ്റൂലെന്നാണ്. ആ പാനീയം കുടിച്ചാൽ നമ്മുടെ ഇന്ന് നമ്മൾ ബെഡ് കോഫി, ബെഡ് ടീ കഴിക്കുന്നതിനേക്കാളും ആ പാനീയം ഗുണകരമാണ്. മാഷെ, മൂപ്പര് പറയണതേ പണ്ടത്തെ കാര്യങ്ങളാണ്. അതെല്ലാം ഉണ്ടാവും, അതൊക്കെ കൂടിച്ചേർന്നതാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ധാരണ ഉണ്ടാവേണ്ടിയാണ് കുട്ടികൾക്ക്, അതില്ലാതാക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ പാർട്ടിയിൽ കള്ളും മദ്യമൊക്കെ ആർക്കാണ് ഔഷധം, ആർക്കാണ് അയിത്തെന്നൊക്കെ കൂലങ്കഷമായ ചർച്ചയ്ക്ക് ശേഷം പ്രസ്താവന ഇറക്കുന്നതാണ്.